ഹായ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ സൈക്കോ അനലിറ്റിക്സ് സ്കൂളിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ലെക്ചറിലൂടെ വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഈസ് ദ ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജി. എന്താണ് ഈ ഒരു ബിഹേവിയറൽ സ്കൂൾ? ആദ്യം വി വിൽ ലുക്ക് അറ്റ് വാട്ട് ആർ ദി ഒറിജിൻസ് ഓഫ് ദ ബിഹേവിയറൽ സ്കൂൾ, അതിൻ്റെ ടൈം ലൈൻസ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജി ഏകദേശം ആ ഒരു ഏർലി 20th സെഞ്ചുറിയിലാണ് ഈ ഒരു സ്കൂള് എമേർജ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ നോക്കി സൈക്കോ അനലിറ്റിക് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു സ്റ്റഡി ഓഫ് മൈൻഡ് എന്നുള്ളതായിരുന്നു നമ്മൾ അതിൽ പഠിച്ചത് കംപ്ലീറ്റ് അല്ലേ. അപ്പൊ ഇവിടെ അതിൽ നിന്ന് ഒരു കംപ്ലീറ്റ് മാറ്റം സംഭവിച്ചു, ഒരു റാഡിക്കൽ ഡിപ്പാച്ചർ അവിടെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ മെത്തേഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോ അനലിറ്റിക് സ്കൂളിൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെയുള്ള മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറെ കൂടെ എംപിറിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഇവിടെ തുടങ്ങി ഓൺ ഒബ്സർവബിൾ ബിഹേവിയർ. അപ്പൊ ഈ ഒരു 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 എന്താ പറയേണ്ടത്, ബിഹേവിയറൽ സ്കൂളിന്റെ ഒരു പ്രധാന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺവിക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് സൈക്കോളജി ഷുഡ് ബി ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് നോട്ട് എ സയൻസ് ഓഫ് ദ മൈൻഡ് എന്നുള്ളതാണ്. ഈ ഒരു സ്കൂൾ കംപ്ലീറ്റ് ഷേപ്പ് ചെയ്ത് വന്നത് ഇസ് ത്രൂ എക്സ്പെരിമെന്റ്സ്. ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ എംഫസൈസ് ചെയ്തത്, അതായത് എൻവയറമെന്റൽ കണ്ടീഷനിങ് അവിടെ ഉണ്ട്. ആൻഡ് എൻവയറമെന്റ്, ഒരു വ്യക്തി ജീവിക്കുന്ന അന്തരീക്ഷം, ജീവിക്കുന്ന എൻവയറമെന്റ് ആണ്, അതാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കൺവിക്ഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സിലൊക്കെ നിന്നാണ് ഈ ഒരു ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജി ഡെവലപ്പായി വന്നിട്ടുണ്ട്. Now, if we look at what are the, അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ നോക്കിക്കോ, അവിടെ കംപ്ലീറ്റ് എംഫസിസ് കൊടുത്തിരുന്നത് ഓൺ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയറിലാണ്. ആൻഡ് ഈ ബിഹേവിയേഴ്സ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ എൻവയറമെന്റ് ആണ് എന്നുള്ളതാ. മറ്റേ സ്കൂൾ എന്തായിരുന്നു? സൈക്കോ അനാലിസിസിൽ വി ലുക്ഡ് അറ്റ് മൈൻഡ് അല്ലേ. അപ്പൊ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് ഒബ്സർവ് ചെയ്യാനോ മെഷർ ചെയ്യാനോ കഴിയുന്ന ഘടകങ്ങളല്ല അതിനകത്തുള്ളത്. Now let's move on to the key milestones here. From 1890s, Ivan Pavlov, അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡിസ്കവർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ലെക്ചർ ക്ലാസ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ബാച്ചിന്റെ. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു ലേൺ മോർ അബൌട്ട് ഈച്ച് ഓഫ് ദീസ് കോൺസെപ്റ്റ്സ്, പ്ലീസ് ജോയിൻ അവർ ഗോൾഡ് ബാച്ച്. ഇനി 1913 എന്താണ് സംഭവിച്ചത്? ജോൺ ബി വാട്സൺ ഫോർമലി ലോഞ്ചസ് ബിഹേവിയറിസം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സെമിനൽ പേപ്പറിലൂടെ അദ്ദേഹം എന്താ പറയേണ്ടത്, ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചാണ് ഇത് എന്താ പറയേണ്ടത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ദാറ്റ് ആർട്ടിക്കിൾ വാസ് ടൈറ്റിൽഡ് സൈക്കോളജി ആസ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഇറ്റ്. സൈക്കോളജി ആ ഒരു ബിഹേവിയറിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് എന്ന് ഉള്ള ആശയത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചാണ് അദ്ദേഹം ഫോർമലി ഈ ഒരു ബിഹേവിയറിസം ലോഞ്ച് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now moving on to 1920s, Watson's Little Albert experiment demonstrates conditioned fear. അതായത് ഫിയർ പോലെയുള്ള സംഗതികളും, ഇനി ഫിയർ എന്ന് പറയുന്നത് ഭയം എന്നുള്ളത് നമുക്കറിയാം, അതും മനുഷ്യൻ പഠിച്ചെടുക്കുന്നതാണ് എന്നുള്ളതാണ് വാട്സൺ അദ്ദേഹത്തിന്റെ ആ ഒരു ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതായത് ഇമോഷണൽ റെസ്പോൺസസ് ക്യാൻ ബി ഓർ ഇറ്റ് ആർ കണ്ടീഷൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. ഇനി ആ ഒരു 30s മുതൽ തുടങ്ങി 40s വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BF സ്കിന്നർ ഇൻട്രൊഡ്യൂസസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓക്കെ, അപ്പോൾ സ്കിന്നറിന്റെ വർക്ക് ഓൺ ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇത് കൂടുതലും ലേണിങ്ങിനെ ബേസ് ചെയ്തൊക്കെ തന്നെയാണ്. ഇവിടെയാണ് റിവാർഡ്സും പണിഷ്മെന്റും എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് അവിടെ വരുന്നത്. ആൻഡ് 1960s ആയപ്പോഴേക്കും ആൽബർട്ട് ബൻഡൂറ ഇന്റഗ്രേറ്റഡ് കൊഗ്നിറ്റീവ് എലിമെന്റ്സ് ത്രൂ സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പൊ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്, ആൽബർട്ട് ബൻഡൂറ പ്രപ്പോസ് ചെയ്തതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ആ തിയറിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൊഗ്നിറ്റീവ് എലിമെന്റ്സ്. ഓക്കെ, ഇനി ഇതിന്റെ കീ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാനാണെങ്കിൽ വി ഹാവ് JB വാട്സൺ. JB വാട്സൺ പ്രധാനമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് എന്താണ്? ഹി വാസ് എൻ അഡ്വക്കേറ്റ് ഓഫ് സ്ട്രിക്റ്റ് ബിഹേവിയറിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അദ്ദേഹം കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തത് വാസ് ഓൺ
സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അങ്ങനെ സ്റ്റിമുലസ് റെസ്പോൺസ് സൈക്കോളജി ആൻഡ് എൻവയറമെന്റൽ ഡിറ്റർമിനിസം. എൻവയറമെന്റ് ആണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ജോൺ ബി വാട്സൺ. ഇനി ഐവൻ പാവ്ലോവിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് ഹീ ബ്രോട്ട് അബൌട്ട് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻ ആനിമൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഡിഡ് സ്കിന്നർ ഡു ഫോർ us? സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്തു ആൻഡ് ഹി ഓൾസോ ഡെവലപ്ഡ് ദ റീഇൻഫോഴ്സ്മെന്റ് തിയറി. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു എക്സ്പെരിമെന്റൽ സെറ്റിംഗ് ആണ് സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ആൽബർട്ട് ബൻഡൂറയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിസത്തിനെ കുറെ കൂടെ അധികം എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് എക്സ്പാൻഡഡ് ഇൻ ടു ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ, സെൽഫ് എഫിക്കസി. ആൻഡ് ആൽബർട്ട് ബൻഡൂറ is also known for the Bobo doll experiment. ഈ കോൺസെപ്റ്റ്സും ഈ എക്സ്പെരിമെന്റ്സും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൻ ലെസൺസിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. Okay, so now let us look at what are the core components and the theories of behaviorism. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് is focus on behavior. അപ്പോൾ ഒബ്സർവബിൾ ബിഹേവിയേഴ്സിലാണ് ഇവിടെ ആ ഒരു ഫോക്കസ് വരുന്നത്. അപ്പോൾ ഫോക്കസസ് ഓൺലി അല്ലെങ്കിൽ സോൺലി ഓൺ മെഷറബിൾ ബിഹേവിയർ. മെഷറബിൾ ബിഹേവിയറും ആ ബിഹേവിയറിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റിമുലൈ ഓർ ദ സ്റ്റിമുലസ്, അതാണ് ഫോക്കസ് ഓൺ ബിഹേവിയർ എന്ന് പറയുന്നത്. വാസ് വൺ ഓഫ് ദ കോർ കമ്പോണൻസ് ഓഫ് ബിഹേവിയറിസം. ആൻഡ് ദെൻ വി ഹാവ് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ലേണിംഗ് വയ അസോസിയേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ്, അൺകണ്ടീഷൻ സ്റ്റിമുലസ്, അപ്പോൾ അങ്ങനെയുള്ള അസോസിയേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതും എക്സ്പാൻഡ് ചെയ്തതും ഒക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ. അതൊരു കോൺസെപ്റ്റ്. ആൻഡ് ദെൻ വി ഹാവ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ബിഹേവിയർ എന്ന് പറയുന്നത് ഇസ് ഷേപ്ഡ് ബൈ കോൺസിക്വൻസസ്. അപ്പോൾ അവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വരുന്ന, പണിഷ്മെന്റ് വരുന്നു. ഒരു ബിഹേവിയർ ഷേപ്പ് ആകുന്നത് ആ ചെയ്ത പ്രവൃത്തിയുടെ കോൺസിക്വൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ കോൺസിക്വൻസ്, ഞാനിപ്പോ ആരെങ്കിലും പോയി ഉപദ്രവിച്ചാല്, തല്ലിയാല് അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? അവരെന്നോട് പറയോ നീ ചെയ്തത് വളരെ നന്നായി, അതുകൊണ്ട് നിനക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തരാമെന്ന് പറയോ, അതോ ആ തല്ലിയതിന് പകരം എനിക്ക് തല്ല് കിട്ടുമോ? അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഇവിടെ പോയി തല്ലി. ആ തല്ലിയതിന്റെ ഫലം എന്താണ്? എനിക്ക് തിരിച്ച് തല്ല് കിട്ടുന്നു കൂടുതലായിട്ട്. അപ്പോൾ ആ കോൺസിക്വൻസിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ് ഈ ബിഹേവിയർ എനിക്ക് വേണ്ട, കാരണം അത് തടികേടാകുന്ന ബിഹേവിയർ ആണ്. സോ അതാണ് ബിഹേവിയർ ഷേപ്ഡ് ബൈ കോൺസിക്വൻസസ് എന്നുള്ളത് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി റീഇൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾസ്, അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇവിടെ പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് ഒന്നുകിൽ മെയിൻറ്റെയിൻ ചെയ്യാം, നിലനിർത്താം, അല്ലെങ്കിൽ അതിനെ അണച്ചു കളയാം, എക്സ്റ്റിങ്വിഷ് ചെയ്ത് കളയാം. അപ്പോൾ ദിസ് വിൽ ബി ബേസ്ഡ് ഓൺ ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു കുട്ടി നല്ലത് എന്തെങ്കിലും ചെയ്താൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്ന നിലയിൽ നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബിഹേവിയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു കുട്ടിയെ വഴക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാപ്പ് ചെയ്യാതിരിക്കുക, മനസ്സിലായില്ലേ? അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആ ക്ലാപ്പ് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പക്ഷേ ആ കുട്ടിക്ക് മനസ്സിലാകും ഇത് ചെയ്തിട്ട് എനിക്ക് കയ്യടി കിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു സ്വഭാവം എനിക്ക് വേണ്ട. അതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ബിഹേവിയർ ഇസ് ഷേപ്ഡ് ബൈ കോൺസിക്വൻസസ്. സോറി, സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഹേവിയർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഓർ എക്സ്റ്റിങ്വിഷ്ഡ് ബേസ്ഡ് ഓൺ ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഒന്ന് ആ ഒരു ടൈമിങ്ങിനെ ബേസ് ചെയ്ത്, മറ്റൊന്ന് റീഇൻഫോഴ്സ്മെന്റിന്റെ ഫ്രീക്വൻസി. എപ്പോഴും ആ കുട്ടി ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി അത് അവിടെ എന്താ പറയേണ്ടത്, ആ ഒരു ബിഹേവിയർ ഡെവലപ്പായി തന്നെ വരും എന്നാണ്. ആൻഡ് ദെൻ വി ഹാവ് ദി ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് എന്ന് നമുക്ക് പറയാം. അത് ബൻഡൂറയുടെ കോൺസെപ്റ്റ് ആണ്. ബിഹേവിയർ is also learned through observation.
ത്രൂ ഇമിറ്റേഷൻ. അത് ഡയറക്റ്റ്ലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു പഠിക്കാം, കണ്ടു പഠിച്ച് അത് ഇമിറ്റേറ്റ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നത്. അതാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ദ ഡ്രൈവ് റിഡക്ഷൻ തിയറി. അത് ഹള്ളിൻ്റെതാണ്. അപ്പോൾ ബിഹേവിയർ മോട്ടിവേറ്റഡ് ബൈ ദ നീഡ് ടു റെഡ്യൂസ് ഇന്റേണൽ ടെൻഷൻസ്, അല്ലെങ്കിൽ അതാണ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നീഡ് ടു റെഡ്യൂസ് ഇന്റേണൽ ടെൻഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള ആ ടെൻഷൻസ് നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ബിഹേവിയേഴ്സിന്റെ കാര്യമാണ് ഇവിടെ ഹൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ദി കോണ്ടിഗ്വിറ്റി തിയറി, അതായത് ഇമീഡിയറ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ഉത്തരമായിട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ സ്റ്റിമുലസ് റെസ്പോൺസ് പെയറിങ്സ്. അപ്പോൾ ഒരു സ്റ്റിമുലസിന് ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടാകും. അപ്പൊ എപ്പോഴും ഈ സ്റ്റിമുലസ് കൊടുത്ത് ആ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുക, സ്റ്റിമുലസ് കൊടുത്ത് ആ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് പെയറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ ലേണിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. നൈസ് തിയറീസ്, ഗുഡ് തിയറീസ്, പ്രാക്ടിക്കൽ തിയറീസ്. പക്ഷേ ഇറ്റ് ഓൾസോ കംസ് വിത്ത് ക്രിറ്റിസിസംസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൊഗ്നിഷൻ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ആയി. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിലീവ്സ്. അങ്ങനെയാണ് കൊഗ്നിറ്റീവ് സ്കൂൾ തന്നെ ഉടലെടുക്കുന്നത്. അടുത്ത നമുക്ക് അതാണ് ചർച്ച ചെയ്യാനുള്ളത്. ആൻഡ് ദെൻ ആനിമൽ സ്റ്റഡീസ് ഓവർ ജനറലൈസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഈ ആനിമൽ സ്റ്റഡീസ് ഓവർ ജനറലൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻസിന് ആനിമൽസിനും ഒരേപോലെ ജനറലൈസ് ചെയ്തു അതിന്റെ ഫൈൻഡിങ്സ് എടുത്തിട്ട്. അദ്ദേഹം ഡോഗ്സിനെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, അല്ലെ റാറ്റ്സിനെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അതേ ബിഹേവിയേഴ്സ് തന്നെ ഹ്യൂമൻസിലും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ തിയറി അതേപോലെ അപ്ലൈ ചെയ്ത് ഇതേ റെസ്പോൺസസ് ഹ്യൂമൻസിൽ നിന്ന് ലഭിക്കും എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ആനിമൽ സ്റ്റഡീസ് ഓവർ ജനറലൈസ്ഡ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഈ എന്താ പറയണ്ടേ, ഇൻഡയറക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തിരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ ഇത് ആപ്ലിക്കബിൾ ആകുന്നതിനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. ഇനി ഓവേർലി ഡിറ്റർമിനിസ്റ്റിക് ആയിപ്പോയി. അപ്പോൾ ഓവേർലി ഡിറ്റർമിനിസ്റ്റിക് ആകുന്നത് എന്താണ്? ശരിക്കും ആ ഒരു ഹ്യൂമൻ ഫ്രീ വില്ലും ഇന്റേണൽ മോട്ടിവേഷനും. മനുഷ്യനിപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ there is a certain motivation behind it, അല്ലെ? ആ ഒരു മോട്ടിവേഷനെയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ വിൽ എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദി കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പൊ എന്താണ് ഈ കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി? അതിന്റെ ഒറിജിൻസ് എന്താണ്? എന്താണ് ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്? വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രോം ദി അതർ ടു സ്കൂൾസ് ദാറ്റ് വി ലേൺ, ബിഹേവിയറൽ ആൻഡ് സൈക്കോ അനലിറ്റിക് എന്നൊക്കെയുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഈ കോഗ്നിറ്റീവ് സ്കൂൾ ആക്ച്വലി അത് എമേർജ് ചെയ്തത് വാസ് ഇൻ ദ 1950s ആൻഡ് ദ 1960s. അപ്പൊ ഇതുണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആസ് എ റെസ്പോൺസ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ബിഹേവിയറിസം. ഇപ്പൊ ബിഹേവിയറിസത്തിന്റെ പ്രധാന ലിമിറ്റേഷൻ എന്തായിരുന്നു? മെന്റൽ പ്രോസസ്സസിനെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ മെന്റൽ പ്രോസസ്സസിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്താ പറയേണ്ടത്, ഈ ഒരു കൊഗ്നിറ്റീവ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പോ ഈ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ നടന്നപ്പോഴത്തേക്ക് വാട്ട് ഇറ്റ് ഡിഡ് വിത്ത് സൈക്കോളജി ഇസ് ദാറ്റ് സൈക്കോളജിക്ക് ഒരു പുതിയ ഒരു ഫോക്കസ് അവിടെ വന്നു. ആൻഡ് ദിസ് ഫോക്കസ് വാസ് ഓൺ ഹൗ പീപ്പിൾ പെർസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ അതിനെ നമ്മൾ കാണുന്നു എന്നുള്ള, അതാണ് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ്, ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നത്. വി നീഡ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ്, അല്ലേ? നമ്മൾ പഠിക്കുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പഠിച്ചതും പരീക്ഷയായിട്ട് എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കുക? അപ്പൊ അവിടെയാണ് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന ടേം ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോ എന്താ പറയേണ്ടത്, നമുക്ക് ഇതിന്റെ മേജർ ഡെവലപ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ ഈ ഒരു ലൈൻ നോക്കിയേ, ഇൻസ്പയർഡ് ബൈ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ഇതിനൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നുള്ളതാണ്.
viewing the mind as an information processor. അപ്പൊ ഇത് ഒരു 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 മെറ്റഫറിക്കൽ യൂസ് ആണ് ഇത് വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ ബിക്കോസ് കൊഗ്നിഷൻ became analogous to information processing. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തന്നെയല്ലേ ഒരു പ്രോസസ്സർ ചെയ്യുക. അപ്പൊ ഏകദേശം അതേ രീതിയിൽ കൊഗ്നിഷനെ കാണാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താണ് ഇതിന്റെ ടൈം ലൈൻ? 1950s ജോർജ് മില്ലർ സ്റ്റഡീഡ് ഷോർട്ട് ടേം മെമ്മറി കപ്പാസിറ്റി, ഷോർട്ട് ടേം മെമ്മറി STM. ഓക്കെ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ലെസൺസിൽ, ഗോൾഡ് ബാച്ചിന്റെ ലെക്ചേഴ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Please join the gold batch so that you can make the most out of it. ഇനി ആ ഒരു 1950s 60s ഒക്കെ ആയപ്പോഴത്തേക്ക് came in ജോൺ പിയാജറ്റ് വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയെ അവരങ്ങ് ഫോർമലൈസ് ചെയ്ത് എടുത്തു എന്നുള്ളത്. 1960s ഒക്കെ ആയപ്പോഴത്തേക്ക് came in നോം ചോംസ്കി, ആൻഡ് അദ്ദേഹം ആ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓൺ ലാംഗ്വേജിനെ അദ്ദേഹം ചാലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ലാംഗ്വേജ് സൈക്കോളജിയെ തന്നെ റെവല്യൂഷനൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചോംസ്കി. ആൻഡ് 1970s ആയപ്പോഴേക്കും വി ഹാവ് ബെക്ക് ആൻഡ് എലിസ് ഹു ഇൻട്രൊഡ്യൂസ് കോഗ്നിറ്റീവ് തെറാപ്പീസ്. ഓക്കെ, അപ്പൊ കോഗ്നിറ്റീവ് ബേസ്ഡ് തെറാപ്പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 1970s ആയപ്പോഴത്തേക്ക്. ആൻഡ് 1980s മുതൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് സ്റ്റാർട്ടഡ് റൈസിങ്. കാരണം എന്താണ്? ബ്രെയിൻ ഇമേജിങ് അപ്പൊ പോസിബിൾ ആയി വന്നു, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒരുപാടധികം കൂടി വന്നു എന്നാണ്. Now let us look at these people as the proponents and what they proposed എന്നാണ്. പിയാജറ്റിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്റ്റേജ് മോഡൽ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി ചോംസ്കിയുടെ കാര്യം പറയാനാണെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ, UG, ഇന്നേറ്റ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ് ഒക്കെ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ആറൺ ബെക്കിന്റെ കാര്യം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് തെറാപ്പി, സ്പെസിഫിക്കലി ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള കോഗ്നിറ്റീവ് തെറാപ്പി അവർ ഡെവലപ്പ് ചെയ്തു. ഇനി ആൽബർട്ട് എലിസിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടഡ് REBT, that is very important, rational emotive behavior therapy. അപ്പോ എന്താ പറയേണ്ടത്? ഇറാഷണൽ ആയിട്ടുള്ള, നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയാത്തതാണല്ലോ ഇറാഷണൽ എന്ന് പറയുന്നത്. ഇറാഷണൽ ആയിട്ടുള്ള ബിലീവ്സിനെ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മൾ ടൈം ലൈൻ നോക്കി, ആ ഓരോ പ്രൊപ്പോണൻസും എന്ത് പ്രൊപ്പോസ് ചെയ്തു എന്ന് നോക്കി. ആൻഡ് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ള കോർ കോൺസെപ്റ്റ്സും തിയറീസും എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യത്തേത് ലുക്ക് അറ്റ് ദ മെന്റൽ പ്രോസസ്സസ്. അപ്പൊ എന്തൊക്കെയാണ് ഈ മെന്റൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്? യു സ്റ്റഡി പെർസെപ്ഷൻ, യു സ്റ്റഡി അറ്റൻഷൻ, മെമ്മറി പഠിക്കുക, റീസണിങ്ങിനെ കുറിച്ച്, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ്. ഇതൊക്കെയാണ് കോർ മെന്റൽ പ്രോസസ്സസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് പെർസെപ്ഷൻ മനുഷ്യനുണ്ടാകുന്നത്, എന്താണ് അറ്റൻഷൻ, എന്തുകൊണ്ട് ചില അവസരത്തിൽ അറ്റൻഷൻ സ്പാൻ കുറയുന്നു, എന്തുകൊണ്ട് അറ്റൻഷൻ സ്പാൻ കൂടുതലായിട്ട് നിൽക്കുന്നത്, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരേ സമയം ഒരേപോലെ നമുക്ക് ഒരേ സ്ട്രെങ്ത്തിൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുമോ, മെമ്മറി എന്താണ്, ലോങ് ടേം മെമ്മറി എന്താണ്, ഷോർട്ട് ടേം മെമ്മറി എന്താണ്, മെമ്മറിയിലോട്ട് പ്രോസസ്സ് ചെയ്യുന്നത്, ആൻഡ് ഹൗ ഡു വി റീസൺ, ലാംഗ്വേജ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കംസ് ദ സ്കീമാസ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്കീമാസ് എന്ന് നമുക്ക് പറയാം. ഈ കോഗ്നിറ്റീവ് സ്കീമാസ് എന്ന് പറയുന്നത് മെന്റൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ മനസ്സിൽ. ആ സ്ട്രക്ചറാണ് നമ്മുടെ പെർസെപ്ഷനും റെസ്പോൺസസിനെയും ഷേപ്പ് ചെയ്യുന്നത്. പെർസെപ്ഷൻ എന്താണ്? നമ്മുടെ കാഴ്ചപ്പാട്. റെസ്പോൺസസിനെയും പെർസെപ്ഷനെയും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെന്റൽ സ്ട്രക്ചേഴ്സ് ആണ് കോഗ്നിറ്റീവ് സ്കീമാസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. എന്താണ് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് ശരിക്കും പറയുന്നത്? ദീസ് ആർ മാൽ അഡാപ്റ്റീവ് തോട്ട് പാറ്റേൺസ്. ഇമോഷണൽ ഡിസ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇമോഷണൽ ഡിസോർഡേഴ്സ് മനുഷ്യനിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് ആണ്. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചിന്താഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ്. എന്താണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് എന്ന് പറയുന്നത്? ഇവിടെയാണ് മൈൻഡിനെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് അവിടെ കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും ഈ എൻകോഡിങ്ങും സ്റ്റോറേജും റിട്രീവലും ഒക്കെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ
ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന മെമ്മറി മോഡൽസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദി മൾട്ടി സ്റ്റോർ മോഡൽ വിച്ച് ഇസ് ദി അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഗോൾഡ് ക്ലാസ് ലെക്ചറിൽ. ആൻഡ് ദെൻ ദർ ഇസ് ദ വർക്കിംഗ് മെമ്മറി മോഡൽ. വർക്കിംഗ് മെമ്മറി മോഡൽ പ്രൊപ്പോസ് ചെയ്തത് ബാഡ്ലി ആൻഡ് ഹിച്ച്. പിന്നെ ഇതിനകത്ത് നമുക്ക് അറ്റൻഷൻ തിയറീസ് വരുന്നുണ്ട്. അപ്പം അറ്റൻഷൻ തിയറീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്ബെൻറ്റിന്റെ ഫിൽറ്റർ തിയറി നോക്കണം, ട്രീസ്മെൻസ് അറ്റ്വനേഷൻ നോക്കണം, ആൻഡ് കാനമാൻസ് കപ്പാസിറ്റി മോഡലും നമുക്ക് ഇതിനകത്ത് നോക്കാം. ആൻഡ് ദെൻ ഇഫ് വി ലുക്ക് അറ്റ് പ്രോബ്ലം സോൾവിങ്, ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ നമുക്ക് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്, മീൻസ് എൻഡ് അനാലിസിസ് ഉണ്ട്, ആൻഡ് ഫൗണ്ടേഷണൽ ഫിക്സഡ്നെസ് ഉണ്ട്. പിന്നെ ലേണിംഗ് ലാംഗ്വേജ് തിയറീസ് ആണ് അടുത്തത്. അപ്പോൾ അവിടെ ചോംസ്കിയുടെ UG അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ ആൻഡ് സാപ്പിർ വെർഫിന്റെ ഹൈപ്പോത്തസിസ് നമുക്കവിടെ നോക്കാനായിട്ടുണ്ട്. അവർ എന്താ പറയേണ്ടത്, ലാംഗ്വേജ് എക്വിസിഷൻ, ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ എക്വയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വി ഹാവ് ദ ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറി സ്പെസിഫിക്കലി കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സ്കീമ തിയറി, ഇതൊക്കെ എന്താ പറയേണ്ടത് ഈ കോഗ്നിറ്റീവ് സ്കൂളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ദെൻ ദർ ആർ ദ ഡുവൽ പ്രോസസ് മോഡൽസ്. അപ്പോൾ അതിനകത്ത് ഇൻറ്റ്യൂട്ടീവ് മോഡലുണ്ട് ആൻഡ് റാഷണൽ തിങ്കിങ് മോഡലുണ്ട്. ആൻഡ് ദെൻ ദർ ആർ ദ ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇമോഷൻ ആൻഡ് മോട്ടിവേഷനിൽ ലാസറസിന്റെ അപ്രൈസൽ തിയറി ആൻഡ് ഡെസി ആൻഡ് റയനിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി നമുക്ക് നോക്കേണ്ടതായി. What are the criticisms based on this particular theory? ഒന്ന്, there is a neglect of emotion and unconscious. അപ്പോൾ what was a criticism of something else? അല്ലെങ്കിൽ നമുക്കറിയാം ഈ അൺകോൺഷ്യസ് മൈൻഡ് തന്നെയാണ് സൈക്കോ അനലിറ്റിക് സ്കൂളിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നത്. വന്നത് അവിടെ ഒരു ക്രിറ്റിസിസം ആയിട്ട് അവിടെ വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ വീണ്ടും അവിടെ ഇത് വന്ന്, അതായത് ആ അൺകോൺഷ്യസ് അവിടെ ഇല്ല, ഇമോഷൻസ് അവിടെ നെഗ്ലക്ട് ചെയ്യുന്നു. കാരണം ഇവിടെ ഒരു ഹെവി എംഫസിസ് ആൻഡ് ഫോക്കസ് വരുന്നത് റാഷണൽ തിങ്കിങ്ങിലും കോഗ്നിറ്റീവ് ഫങ്ഷൻസിലുമാണ്. ആൻഡ് ഇതൊരു റിഡക്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിസ്റ്റിക് എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. അതായത് റിഡക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കംപ്ലീറ്റ്ലി ഓവർ സിംപ്ലിഫൈ ചെയ്ത് ഒരു മെക്കാനിക്കൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ മോഡൽസ് ആക്കി ഇവിടെ മാറ്റുന്നു എന്നാണ്. ആൻഡ് ഒരു ലാബോറട്ടറി ബയാസ് ഇതിനുണ്ട്. അതായത് ലാബ് സെൻട്രിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എക്സ്പെരിമെന്റ്സ് മേ ലാക്ക് എക്കോളജിക്കൽ വാലിഡിറ്റി എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഫൈൻഡിങ്സ് മേ നോട്ട് ട്രാൻസ്ലേറ്റ് ടു റിയൽ വേൾഡ് കോംപ്ലെക്സിറ്റി. അപ്പോൾ ആ ഒരു റിയൽ വേൾഡിലുള്ള ആ ഒരു കോംപ്ലെക്സിറ്റി പരിഹരിക്കാൻ ഒരു പക്ഷേ ഇതിന് സാധിച്ചു എന്ന് വരില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹ്യൂമനിസ്റ്റിക് സ്കൂളുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് അബൌട്ട് 20-25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ബിക്കോസ് ദിസ് ഇസ് ഓൾറെഡി അറൌണ്ട് 25 minutes ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു കീപ് യു ഫോർ ലോങ്ങർ ദാൻ 30 minutes. അപ്പോൾ 5 minutes കൊണ്ട് അടുത്തത് കംപ്ലീറ്റ് ആകത്തില്ല. വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ. അതിൽ നിങ്ങൾക്ക് നമ്മളെ ഒന്ന് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി വാട്സാപ്പിൽ, ആൻഡ് ഐ വിൽ റെസ്പോണ്ട് ടു യു. ഇപ്പോൾ ഗോൾഡ് ബാച്ചിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാകും. എല്ലാ സബ്ജക്ട്സിൻ്റെതും കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാകും. ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആ നോട്ട്സിനോടൊപ്പം തന്നെ വരുന്നത്. അതുകൂടാതെ ഓരോ ടോപ്പിക് വൈസ് റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും, വിച്ച് കവേഴ്സ് ദി എൻറ്റയർ സിലബസ്. നമുക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. ആൻഡ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 10 to 15 മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇത് കൂടാതെ ലൈവ് ക്ലാസ്സസ് നമുക്കുണ്ടാകും നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവർ. ഓക്കെ, അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് us right now so that you don't lose out on any minute going forward. So thank you very much for watching this lesson and you have a great day ahead. Thank you.